നമസ്കാരം. അമേരിക്കയിൽ മിനിയാപോളിസ് നഗരത്തിന് പുറത്തുള്ള പ്രാന്തപ്രദേശത്ത് വെച്ച് ഉച്ചാരണം മാത്രം കാരണമായി ചൂണ്ടിക്കാട്ടി റമോൺ മെനീറ എന്ന US പൗരനെ ബോർഡർ പെട്രോൾ ഏജന്റ് തടഞ്ഞുവെച്ചത് വലിയ വിവാദമാകുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ മിനസോട്ട സംസ്ഥാനത്തെ പ്രദേശമാണ് മിനിയാപോളിസ്. മെനീറയുടെ 5 വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ച് നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനോടെ പ്രചരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഫെഡറൽ ഏജന്റുമാരുടെ വംശീയ അധിക്ഷേപത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. മെക്സിക്കോയിൽ ജനിച്ച റമോൺ മെനീറ 2019 US പൗരത്വം നേടിയത്. ബുധനാഴ്ച ഉച്ചഭക്ഷണ സമയത്ത് തന്റെ വീടിന് പുറത്തുവെച്ചാണ് ഏജന്റുമാർ ഇദ്ദേഹത്തെ സമീപിച്ചത്. എന്തിനാണ് തടഞ്ഞു വെക്കുന്നത് എന്ന് മെനീറ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഉച്ചാരണം കാരണം എന്നാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. നിങ്ങളുടെ ഉച്ചാരണം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്ത് ജനിച്ച ഒരാളല്ലെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെന്ന് ഏജന്റ് പറയുന്നതായി വൈറൽ വീഡിയോയിൽ കാണാം. മെനീറ ആദ്യം രേഖകൾ കാണിക്കാൻ വിസമ്മതിച്ചതോടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കൈകൾ പിന്നിൽ കെട്ടി ഗ്യാരേജിനോട് ചേർത്ത് തടഞ്ഞു വെച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് സിസ്റ്റത്തിൽ പരിശോധിച്ചപ്പോൾ മെനീറ US പൗരനാണെന്നും വ്യക്തമായി. അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന US പാസ്പോർട്ട് കാർഡും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഏകദേശം 30 മുതൽ 40 മിനിറ്റിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. ഈ സംഭവം തന്നെയും മകളെയും മാനസികമായി തളർത്തിയെന്ന് മെനീറ പറഞ്ഞു. ഞാനൊരു പൗരനാണെങ്കിലും എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. പൗരനാണോ അല്ലയോ എന്ന് അവർക്ക് വിഷയമല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വംശത്തിന്റെയോ ഉച്ചാരണത്തിന്റെയോ പേരിൽ ഒരാളെ തടയുന്നത് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തിയുടെ ഉച്ചാരണം മാത്രം അവരെ തടഞ്ഞു വെക്കാനുള്ള നിയമപരമായ കാരണമാകില്ലെന്നും ഇവർ വാദിക്കുന്നു. സംഭവത്തെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിയാപോളിസ് നഗരസഭയും വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ഈ സംഭവത്തെ US പൗരത്വവും വംശീയതയുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി തന്നെ കാണാൻ സാധിക്കും. അമേരിക്കൻ പൗരനായിട്ടും ഒരാളുടെ നിറം അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി നോക്കി അയാൾ വിദേശിയാണെന്ന മുൻവിധിയോടെ കാണുന്നത് വംശീയ വിവേചനമായി കണക്കാക്കപ്പെടുന്നു. നിയമപരമായി ഒരാളുടെ ഉച്ചാരണം മാത്രം അവരെ തടഞ്ഞു വെക്കാനുള്ള കാരണമാകുന്നത് അങ്ങേയറ്റം വംശീയപരമാണ്. ഒരു US പൗരൻ രാജ്യത്തിനകത്ത് സഞ്ചരിക്കുമ്പോഴോ സ്വന്തം വീടിന് മുന്നിൽ നിൽക്കുമ്പോഴോ പൗരത്വ രേഖകൾ എപ്പോഴും കൈവശം വെക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ കേസിൽ പൗരത്വം തെളിയിക്കാൻ മെനീറ നിർബന്ധിതനാവുകയായിരുന്നു. സാധാരണ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന വാദം ശക്തമാണ്. അതിർത്തിയിൽ നിന്ന് 100 മൈൽ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്താൻ ബോർഡർ പെട്രോളിന് അധികാരമുണ്ട്. ആളുകളെ ചോദ്യം ചെയ്യാം, അവരോട് ഐഡന്റിറ്റി കാർഡ് ആവശ്യപ്പെടാം. അതിനൊക്കെ ഉണ്ടെങ്കിലും മിനിയാപോളിസ് ഈ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഈ അധികാരം ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന പരാതി വ്യാപകമാണ്. കുടിയേറ്റം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിരവധി ആളുകളാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. കുടിയേറ്റത്തിനെതിരെ കടുത്ത നീക്കങ്ങളാണ് അമേരിക്കൻ സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതും അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുന്ന അടക്കമുള്ള കഠിനമായ നടപടികളിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ കടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇവർ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയെന്നാണ് വിശദീകരണം. എന്നാൽ കുടിയേറ്റം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി US ഇത്തരം സംഭവങ്ങൾ വലിയ ചർച്ചയാകുന്നുണ്ട്. വിദേശിയാണെന്ന് തോന്നിപ്പിക്കുന്ന ആരെയും സംശയത്തോടെ കാണുന്ന രീതി പൗരന്മാർക്കിടയിൽ ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവ് എന്നതിലുപരി അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളും പൗരന്മാരുടെ മൗലികാവകാശങ്ങളും തമ്മിലുള്ള സംഘർഷമായാണ് വിലയിരുത്തപ്പെടുന്നത്. മിനിയാപോളിസ് നഗരസഭയുടെ ഇടപെടലും ഇത്തരം അമിത അധികാരം തടയുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.